യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. സുവിശേഷത്തിൻ കൊടിയുയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ. പോകുക നാം പോർവീരരായി, രക്ഷകനേശുവിൻ പ്രിയജനമേ. രക്ഷാദൂതൻ പടഹവുമായി ഉണർവോടെ മുന്നോട്ടു പോകുക നാം. രക്ഷാദൂതൻ പടഹവുമായി ഉണർവോടെ മുന്നോട്ടു പോകുക നാം. വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം സമൂഹമാ വിനാശകർത്തം പൂകിടുവാനായി വഞ്ചിതരായി പ്രയാണം ചെയ്തിടുമ്പോ. പോകുക നാം പോർവീരരാ, രക്ഷകനേശുവിൻ പ്രിയജനമേ. രക്ഷാദൂതൻ പടഹവുമായി ഉണർവോടെ മുന്നോട്ടു പോകുക നാം. രക്ഷാദൂതൻ പടഹവുമായി ഉണർവോടെ മുന്നോട്ടു പോകുക നാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 27 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യോശുവയെ കബളിപ്പിച്ച് ഉടമ്പടി ചെയ്യിച്ച ഗിബെയോന്യരുടെ വിഷയമാണ് ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ ദേശത്തേക്കുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ വരവിൽ ജാതീയ രാജാക്കന്മാർ ഒരുമിച്ച് കൂടി ഇസ്രായേലിന് നേരെ യുദ്ധത്തിന് ഏകമനസ്സോട് യോജിച്ചു. ഹിത്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവിയർ, യെബൂസ്യർ എന്നിവരായിരുന്നു. എന്നാൽ യോശുവ യെരിഹോവിനോടും ഹായിയോടും ചെയ്ത് ഗിബെയോൻ നിവാസികൾ കേട്ടപ്പോൾ അവർ ഒരു ഉപായം പ്രയോഗിച്ച് ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി പഴയ ചാക്കുകളും പഴയതും കീറിയതുമായതും തുന്നിക്കെട്ടിയതുമായ വീഞ്ഞുതുരുത്തികൾ കഴുതപ്പുറത്ത് കയറ്റി പഴക്കം ചെന്നതും കണ്ടം വെച്ച ചെരുപ്പ് കാലിനും പഴയ വസ്ത്രങ്ങൾ ദേഹത്തിന്മേലും ധരിച്ചും പുറപ്പെട്ടു. അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പം ഉണങ്ങിപ്പൂത്തിരുന്നു. അവർ ഗിലെയാദ് പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ചെന്നവരോട് ഇസ്രായേൽ മൂപ്പന്മാരോടും, ഞങ്ങൾ ദൂരത്ത് നിന്ന് വന്നിരിക്കുന്നു, ആകയാൽ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞു. ഇസ്രായേൽ പുരുഷന്മാർ ആ ഹിവ്യരോട്, പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരായിരിക്കാം, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യും. ഞങ്ങൾ എങ്ങനെ നിങ്ങളോട് ഉടമ്പടി ചെയ്യും? അവർ ഞങ്ങൾ നിന്റെ ദാസന്മാർ എന്ന് യോശുവയോട് പറഞ്ഞപ്പോൾ, നിങ്ങൾ ആര്, എവിടെ നിന്ന് വരുന്നുവെന്ന് ചോദിച്ചു. അവർ പറഞ്ഞത്, അടിയങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ നാമനിമിത്തം ഏറ്റവും ദൂരത്ത് നിന്ന് വന്നിരിക്കുന്നു. അവൻ്റെ കീർത്തിയും അവൻ മിസ്രയീമിൽ ചെയ്തൊക്കെയും സീഹോന്യരോടും ഓഗിനോടും ചെയ്തൊക്കെയും ഞങ്ങൾ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മൂപ്പന്മാരും ദേശവാസികളും എല്ലാവരും ഞങ്ങളോട് വഴിക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ എടുത്ത് അവരെ കണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരായിക്കൊള്ളാമെന്ന് അവരോട് പറയണമെന്ന് പറഞ്ഞു. ആകയാൽ നിങ്ങൾ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം. തുടർന്ന് യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോട് രക്ഷിക്കുമെന്നും ഉടമ്പടി ചെയ്തു. അവരോട് സത്യം ചെയ്തു. അതിന് ശേഷമാണ് യോശുവയ്ക്ക് അബദ്ധം പറ്റിയതെന്ന് തിരിച്ചറിഞ്ഞത്. പ്രിയ ശ്രോതാക്കളെ, ഞാൻ ദൈവവചനത്തിലെ ഇത്രയും ഭാഗം വിശദീകരിച്ച് പറഞ്ഞത്, എത്ര ശ്രേഷ്ഠന്മാരാണെങ്കിലും സാത്താൻ അനേകരെ അബദ്ധത്തിൽ കൊണ്ടുവന്നെത്തിക്കാറുണ്ട്. ആത്മീയ ലോകത്തിലും അനേക വേഷപ്രച്ഛന്നരായി ആത്മീയരെന്ന് നടിച്ചും സഭകളിൽ നുഴഞ്ഞു കയറും. ഗിബെയോന്യർ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ ആസ്വദിച്ച മൂപ്പന്മാരെ പോലെ ഇന്നത്തെ ആത്മീയ നേതൃത്വങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുത്തും മറ്റ് പലതും വാഗ്ദാനം നൽകി ഓരോ പദവിയിൽ എത്തിച്ചേരുവാൻ പല അടവുകളും പ്രയോഗിക്കും. പലരും പലതും പ്രയോഗിച്ചു. യോശുവയ്ക്ക് പറ്റിയ അബദ്ധം പോലെ പലർക്കും കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന മട്ടിലായിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം ദൈവത്തോട് ആരാധന ചോദിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്കും നന്മകൾക്കും വേണ്ടി എന്ത് വീട്ടുവീഴ്ചകളും ചെയ്യുവാൻ ഈ കാലങ്ങളിൽ ആത്മീയ നേതൃത്വങ്ങൾ മടി കാണിക്കുന്നില്ല.
ഒരുവൻ്റെ വേഷവിധാനത്തിലും മധുരവാക്കുകളിലും പെട്ട് വഞ്ചിതരാകരുത്. അർഹതയില്ലാത്തവരെ ഓരോ സ്ഥാനങ്ങളിൽ കുടിയിരുത്തുവാൻ നോക്കുന്നത് ദൈവിക കാഴ്ചപ്പാടുകൾക്ക് മങ്ങലേറ്റതിനാലാണ്. തോട്ടത്തിലെ പഴയ പാമ്പ് തൻ്റെ സ്വഭാവത്തിനും രീതിക്കും മാറ്റം വരുത്താതെ അനേകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു യോശുവ. എങ്കിലും ചില നിമിഷങ്ങൾ ദൈവിക ആലോചനകളെ ചോദിക്കാതെ ചെയ്തതിൻ്റെ പരിണതഫലമാണ് ജാതികളെ ഉൾക്കൊള്ളുവാനിടയായത്. അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോയതിൻ്റെ പരിണതഫലമാണ് ഹാഗാറിലൂടെ തനിക്ക് ലഭിച്ച തലമുറ ഇശ്മായേൽ. ആ തലമുറകൾ ലോകത്തിന് തന്നെ തലവേദനയായി മാറിയിരിക്കുകയാണ്. പ്രിയരെ, നാം എന്ത് ചെയ്താലും ദൈവികമായ ആലോചനയ്ക്ക് ചെവി കൊടുത്തില്ലെങ്കിൽ ഈ വിധത്തിലുള്ള വഞ്ചനകളിൽ നിന്ന് കൊടുക്കുന്നുവെങ്കിൽ ഈ വിധത്തിലുള്ള വഞ്ചനകളിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ സാധിക്കും. ദൈവമായ കർത്താവ് അതിനേവരെയും സഹായിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.